ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ബാദുഷയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതേപോലുള്ളൊരു ഗ്ലാസ്സിലാണ് അളന്നിട്ടുള്ളത്. അപ്പോൾ അളവുകളെല്ലാം അതേ ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നല്ല കട്ടിയുള്ള തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ പാലൊരു 4-5 ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ചപ്പാത്തിയെക്കാട്ടും കുറച്ചും കൂടെ ഒരു നല്ല കട്ടിയുള്ള ഒരു മാവാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് നീഡ് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇതേപോലെ മതി. ഇതിനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂ ചേർക്കുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, ഒഴിവാക്കാവുന്നതാണ്. 2 ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനാണ്. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു നൂൽ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ ചൂടോടെ വേണം ഇതിലേക്ക് നമ്മൾ ബാദുഷ ഫ്രൈ ചെയ്തിട്ട് ഇടാനായിട്ട്. അപ്പോൾ ഈ മാവ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഒരു കുഴി കൊടുക്കണം അതിൻ്റെ സെൻറ്ററിലായിട്ട്. ഇതേപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നന്നായിട്ട് ഒരു കുഴിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാ ബോളും ആക്കിയിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് വയ്ക്കാം. കുറച്ച് ക്രാക്കൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് സിറപ്പൊക്കെ പിടിച്ച് കിട്ടും. ഇവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പുറം ഭാഗമൊക്കെ മൊരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടായി കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ചെറിയൊരു ചൂടോട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഈ ബാദുഷയിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലൂ. ചൂട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇത് ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ വെച്ചിട്ട് സിറപ്പൊക്കെ പിടിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.